ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു പോയിന്റിലേക്ക് കടക്കാം. ഏതായാലും ഈ ഒരു കാര്യത്തിനകത്ത് വളരെ വ്യക്തതയുണ്ട്. 3 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്കാര്യത്തിൽ വലിയ നിലയിൽ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ എഗ്രീജിയസ് ക്രൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ കുറ്റകൃത്യം എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ബി ജെ പി ബാബറി മസ്ജിദ് തകർക്കാൻ കാരണമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1949, 1986, 1992 ഇതിലൊക്കെ തന്നെയും കുറ്റത്തിനൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 3, സുപ്രീം കോടതി കുറ്റകരമായ വിധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രയും നമ്മൾ സാധാരണഗതിയിലൊരു സുപ്രീം കോടതി വിധിയൊക്കെ തന്നെയും ആരാണ് എഴുതിയത് എന്ന് നമുക്ക് ആ വിധിന്യായത്തിൽ കണ്ടെത്താൻ സാധിക്കും. അയോധ്യ കേസിൽ ആരാണ് ആ വിധിന്യായം എഴുതിയത് എന്ന് പോലും രേഖപ്പെടുത്താൻ ആ ജഡ്ജിക്ക് ധൈര്യമുണ്ടായില്ല എന്നാണ് ചിലർ നിരീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, നിരീക്ഷണം മാത്രമാണ്. അതിന് അടിയിൽ എഴുതി ഒപ്പിടാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയും സുപ്രീം കോടതി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഇക്കാര്യത്തിൽ കുറ്റകരമായ ഒരു റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പങ്കെടുക്കാമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ പങ്കെടുക്കേണ്ടി വരും. 1949 ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ്. 1986 സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും കോൺഗ്രസിൻ്റേതാണ് എന്നുള്ളതാണ്. 1992 കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റേതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 2024 ജനുവരി 22 എത്തുമ്പോൾ കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് നാമാവശേഷമാണ്, കേന്ദ്രത്തിലും ഏതാണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ എന്താ ബി ജെ പിയുടെ കുറ്റം? നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ LK അദ്വാനി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. രാമജന്മഭൂമി പ്രക്ഷോഭം എന്ന് പറയുന്നത് ആധ്യാത്മികമോ അല്ലെങ്കിൽ മതപരമായോ ഒരു വിഷയമേ അല്ല, അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിരുന്നു. അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി ക്യാമ്പയിൻ ശക്തമാക്കിയിട്ടുള്ള വർഷങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ വിജയമുണ്ടായിട്ടുള്ളത്. വലിയ കുതിച്ചുകയറ്റം, നമുക്ക് ചരിത്രത്തിൽ അത്തരത്തിലൊരു കുതിച്ചുകയറ്റം സമാനതകളില്ലാത്തതാണ്. ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാവുന്ന ശക്തിയായി മാറി എന്നുള്ളതാണ്. LK അദ്വാനി ആയിരുന്നല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത്. ഒരു ബി ജെ പി നേതാവിനെ നമുക്ക് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പോലും കഴിയുന്നില്ല. LK അദ്വാനി ആയിരുന്നു. അപ്പോൾ LK അദ്വാനി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണെന്ന്. അപ്പോൾ നോക്കൂ, 1980കളുടെ അവസാനത്തോടെ 90കളുടെ തുടക്കത്തോടെ ഈ രഥയാത്ര രാജ്യത്ത് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ചോരപ്പുഴ ഒഴുകിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഒരുപക്ഷെ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒഴുകിയ ചോര ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ എത്ര ചോര ഒഴുകിയെന്ന്, എത്ര പേർ മരിച്ചു എന്ന് കണക്കില്ലാത്ത ഒരു വർഗീയ കലാപമുണ്ടെങ്കിൽ അത് ഈ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്വാനിയുടെ രഥയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്മൃതി വളരെ കൃത്യമായ ഒരു വാക്കിലൂടെ അത് സൂചിപ്പിക്കേണ്ടായി. ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. ഒരു ഹിന്ദു ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്, ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. നോക്കൂ, ഇതിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വളം വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ ഇതുമായി ജനങ്ങൾ, ഹിന്ദു വിശ്വാസികൾ താതാത്മ്യം പ്രാപിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിഗമനത്തിൽ ഇപ്പോഴെത്താം. ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ സ്ഥാപനമാണ്. അതെ, അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രതിഷ്ഠയ്ക്കാണ് നിങ്ങൾ പോയി ഈ മംഗളം ചൊരിയാൻ പോകുന്നുണ്ടെങ്കിൽ നോക്കൂ, എങ്ങനെയാണ് ഒരു അക്രമത്തിലൂടെ, ഒരു വഞ്ചനയിലൂടെ സ്വന്തമാക്കിയ ഭൂമി നിങ്ങൾക്കൊരു പവിത്ര ഭൂമിയാക്കി എടുക്കാൻ കഴിയുക? ശ്രീരാമൻ്റെ ഭൂമിയാക്കി എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങളിൽ ഒരിടത്തും അത് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരിച്ചു കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 500 വർഷം മുസ്ലിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. 500 വർഷമായി ബാബറി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ല. 1949 വരെ മുസ്ലിങ്ങൾ ഈ പള്ളിയിൽ ആരാധന നടത്തിയിട്ടുണ്ട്. ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി അതൊരു കുറ്റകൃത്യമായി സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്.
ഡിസംബർ 6, 1992 പള്ളി തകർത്തത് എഗ്രീജിയസ് ക്രൈം ആണെന്നതിൽ കോടതിക്ക് ഒരു സംശയവുമില്ല. ഇങ്ങനെ ഒരു വിധിയുടെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്? സ്വാഭാവികമായിട്ടും അവിടെ ഒരു പള്ളി സർക്കാർ ചെലവിൽ പണിത് കൊടുക്കുക എന്നല്ലേ സാധാരണഗതിയിൽ സുപ്രീം കോടതി പറയേണ്ടത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ചെലവിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിത് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയാണ് ഈ പറയുന്നത്. എഗ്രീജിയസ് ക്രൈം എന്ന് പറഞ്ഞ ആ സുപ്രീം കോടതിയാണ് പറയുന്നത് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുക. അപ്പോൾ അക്കാര്യത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ബി ജെ പി നടത്തിയിട്ടുള്ള ക്രൈം, ബി ജെ പി നടത്തിയിട്ടുള്ള അക്രമം, ബി ജെ പി നടത്തിയിട്ടുള്ള കൊള്ളുവെപ്പ്, ബി ജെ പി നടത്തിയിട്ടുള്ള വർഗീയ കലാപം, ബി ജെ പി ഒഴുക്കിയ ചോരപ്പുഴ, അതിന് കൂട്ടുനിന്ന ആ അക്രമത്തിന് കൂട്ടുനിന്ന കോൺഗ്രസ്, അതേപോലെ തന്നെ സുപ്രീം കോടതിയും ഈ അക്രമത്തിന് കൂട്ടുനിന്നു എന്ന് വിലയിരുത്തുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചോദ്യം ഇതാണ്, കോൺഗ്രസ് പങ്കെടുക്കാമോ എന്നുള്ളതാണ്. കോൺഗ്രസ് പങ്കെടുക്കേണ്ടി വരും. കാരണം ഈ ചരിത്രപരമായ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ക്രൈമിന് കൂട്ടുനിൽക്കുക എന്നുള്ളതാണ്. ആ ക്രൈമിന് കൂട്ടുനിൽക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസ് തയ്യാറാവുക എന്നാണ് എനിക്ക് പ്രാഥമിക ഘട്ടമായി പറയുന്നത്. Meet the editors.